ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു മലയാളി ചേട്ടൻ നമ്മളോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, കോളേജിൽ എങ്ങനെയാണ്? ഒരുപാട് വിദ്യാർത്ഥികളുള്ള കോളേജല്ലേ ഇത്? അതെ, ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. പക്ഷേ ആ സമയത്ത് ഉച്ച സമയമായിരുന്നു. ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്ന കുറേ പിള്ളേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളതാണ് പറഞ്ഞു കേട്ടത്. എന്തെങ്കിലും കണക്ക് വല്ല ഇത് കോളേജ് അധികൃതർ വല്ലതും പുറത്തു വിട്ടു? ചേട്ടാ, ഇവിടുന്ന് എത്ര ദൂരമാണ്? ഞാൻ ഇവിടുന്ന് ഒരു 7-8 കിലോമീറ്റർ ഉണ്ട് എൻ്റെ വീട്, ദൂരമുണ്ട്. എന്താ പറ്റിയെന്ന് എന്തെങ്കിലും വിവരങ്ങളോ വല്ല പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഇതിനകത്ത് ഒരു ഇതുണ്ട്, അതിൻ്റെ എനിക്ക് മെസ്സേജ് ഇതുവരെ കിട്ടിയിട്ടില്ല. അത് കുറച്ച് ക്രിട്ടിക്കൽ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു കേട്ടത്. അത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോളുടെ കൂടെ പഠിച്ച ഒരു വിദ്യാർത്ഥി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണെന്ന് പറഞ്ഞു കേട്ടോ. അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല. സൈഫുദ്ദീൻ, എന്തായാലും ഉച്ചസമയം ആയതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കുറവാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇവിടെ നിന്ന് ലഭിക്കുന്ന പലരും പ്രദേശവാസികളടക്കം പറയുന്നത് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 17-ലധികം പേർ ഇപ്പോൾ ചികിത്സയിലുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ 4-ലധികം വിദ്യാർത്ഥികൾക്ക് മരണപ്പെട്ടു എന്നുള്ള സ്ഥിരീകരണം വന്നിട്ടുണ്ട്. പക്ഷേ വലിയ ആശങ്കയുണ്ടാക്കുന്ന സമരം, കാരണം ഇനിയും നിരവധി വിദ്യാർത്ഥികളെ കാണാതായിട്ടുണ്ടോ എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുണ്ട്. ഇതിലെല്ലാം വരും മണിക്കൂറുകളിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ആരും നനച്ചിരിക്കാതെ എത്തിയ ഒരു ദുരന്തമാണ്. കാരണം ഉച്ച സമയത്ത് ഭക്ഷണം കഴിക്കാനായിട്ട് മെസ്സിലേക്ക് എത്തിയ വിദ്യാർത്ഥികളുണ്ട്. കാരണം ഇവിടെ നിന്ന് ഇപ്പോൾ പൂർണ്ണമായും മാധ്യമങ്ങളെ അടക്കം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വലിയ രീതിയിലുള്ള പരിശോധന പുരോഗമിക്കുന്നു. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളെ പൂർണ്ണമായും മാറണമെന്നൊരു ആവശ്യം ഇപ്പോൾ പോലീസ് ഉന്നയിക്കുകയാണ്. ന്യായമായ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ മേഖലയിൽ നിന്ന് മാറി ഇപ്പോൾ മറ്റു മേഖലയിലേക്ക് നിൽക്കുകയാണ്. കാരണം പരിശോധനകൾ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഉദ്യോഗസ്ഥരടക്കം എത്തിക്കൊണ്ട് ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കൂടുതൽ പരിശോധനകൾ നടത്തുന്നു, കൂടുതൽ തെളിവ് ശേഖരണം അടക്കം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കാരണം കൃത്യമായി എന്താണ് ഈ അപകടത്തിന് പിന്നിൽ നടന്നത്, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യത്തിലാണ് ഒരു പരിശോധന ഇനി വേണ്ടത്. കാരണം രക്ഷാപ്രവർത്തനമെല്ലാം അവസാനിച്ചിട്ടുണ്ട്. ഇനി പരിശോധന, കൃത്യമായ അന്വേഷണം എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തിലാണ് കൃത്യമായ മാധ്യമപ്രവർത്തകർ സഹകരിച്ച അതനുസരിച്ച് നമ്മൾ അവിടെ നിന്ന് മാറി നിൽക്കുകയാണ്. എന്തായാലും DGCയുടെയും എയർ ഇന്ത്യയുടെ എല്ലാം പരിശോധന ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഈ പരിശോധനയ്ക്ക് ശേഷം ബ്ലാക്ക് ബോക്സും അതുപോലെ തന്നെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയായതിനു ശേഷം എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായതിൽ കൃത്യമായൊരു വ്യക്തത വരുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. സൈഫുദ്ദീൻ.